വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡിൽ മാറ്റം വന്നു. നിലവിലുണ്ടായിരുന്ന അദാനി പോർട്സിന് ലഭിച്ച നടത്തിപ്പുകാരെ അദാനി പോർട്സിന് ലഭിച്ച IN-NYY-1 പകരം ഇനി വിഴിഞ്ഞം അറിയപ്പെടുക IN-TRV-01 എന്നായിരിക്കും. TRV സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയെയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ UN-ന്റെ കീഴിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം അഭിവൃദ്ധിപ്പെടുത്തുന്ന കമ്മീഷനായ ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ അന്തർദേശീയ തലത്തിൽ അല്ലെ രാജ്യാന്തര തലത്തിൽ തീരുമാനമെടുക്കുന്നത് ഈ കമ്മീഷനാണ്. കമ്മീഷൻ NYY-യെ അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അത് നെയ്യാറ്റിൻകര താലൂക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ജില്ല വേണം. ജില്ലയെ സൂചിപ്പിക്കുന്ന TRV അങ്ങനെയാണ്. ഇപ്പൊ തിരുവനന്തപുരത്തെ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ കോഡിലും TRV ഉണ്ട്. അതിന് സമാനമായിട്ടാണ് ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന് പുതിയ തുറമുഖത്തിന് TRV കോഡ് 01 വന്നിരിക്കുന്നത്. വിഴിഞ്ഞം കിട്ടാതെ വന്നപ്പോഴാണ് അദാനി പോർട്സിന് NYY കിട്ടിയത്. കാരണം ഇതിനകം തന്നെ ലൊക്കേഷൻ മാപ്പിൽ ലൊക്കേഷൻ കോഡിൽ വിഴിഞ്ഞം ഉണ്ട്. INVIZ എന്ന ചുരുക്ക രൂപത്തിൽ പേരിൽ വിഴിഞ്ഞമുണ്ട്. അത് വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്തിന്റെ കോഡാണ്, ലൊക്കേഷൻ കോഡാണ്. അതുകൊണ്ട് അതേ പേര് സ്വീകരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അദാനി നടത്തിപ്പുകാരായ അദാനി പോർട്സിന് ഈ പറയുന്ന NYY അനുവദിച്ചു. അതും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ UN-ന്റെ കീഴിലുള്ള കമ്മീഷൻ അവസാനമായിട്ട് അന്തിമ വാക്കായിട്ട് അവരാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ IN എന്ന് പറഞ്ഞാൽ ഫോർ ഇന്ത്യ IN-TRV തിരുവനന്തപുരം അല്ലെ ട്രിവാൻഡ്രം 01 എന്നുള്ള കോഡ് ഇന്നലെ മുതൽ നിലവിൽ വന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിക്കുക. ഇപ്പൊ വിഴിഞ്ഞം പോർട്ടിന് തിരുവനന്തപുരം പോർട്ട് അല്ലെ ട്രിവാൻഡ്രം പോർട്ട് എന്ന് പേര് വേണമായിരുന്നു പണ്ടേ, കാണിച്ചത് മണ്ടത്തരമാണെന്നൊക്കെ പല ചർച്ചകൾ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അതേപ്പറ്റി ഞങ്ങൾ ചില വീഡിയോകൾ ചെയ്തിരുന്നു. ഈ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പേരിൽ കാര്യമുണ്ട്, ഇല്ല എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പൊ തന്നെ വിഴിഞ്ഞം ഉപയോഗിക്കാതെ NYY ഉപയോഗിച്ചിട്ട് പോലും, നെയ്യാറ്റിൻകര എന്ന് ഉപയോഗിച്ചിട്ട് പോലും, താരതമ്യേന അപ്രധാനമായ ആ പേര് ഉപയോഗിച്ചിട്ട് പോലും വിഴിഞ്ഞത്ത് കപ്പലുകൾ വരുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല, യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കുകയാണ് ക്യൂവിൽ, മദർ വെസൽ ഓരോ ദിവസവും വിഴിഞ്ഞത്ത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ കോഡ് ഒരു ഘടകമാണ് എങ്കിലും അതുണ്ടെങ്കിൽ, അതിന് വളരെ പ്രശസ്തമായ കോഡ് ഉണ്ടെങ്കിൽ ബിസിനസ് വരും, മദർഷിപ്പുകൾ വരൂ എന്നതിനർത്ഥമില്ല. കാരണം നിലവിലുള്ള കോഡ്, ലൊക്കേഷൻ കോഡ് വെച്ച് തന്നെ മദർഷിപ്പുകൾ എല്ലാ ദിവസവും ഒന്നിലധികം മദർഷിപ്പുകൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നങ്കൂരം ഇടാൻ ബർത്ത് ചെയ്യാനും വരുന്നു. അപ്പോൾ തുറമുഖത്തിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് വരുന്നത് രാജ്യാന്തര തലത്തിൽ കുറെ കൂടെ ശാസ്ത്രീയമായിട്ട് ട്രാക്കിങ്ങും കപ്പൽ കമ്പനികൾക്ക്, മദർ വെസൽ ഓടിക്കുന്ന കമ്പനികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും ചരക്ക് നീക്കം നടത്താനും കുറെ കൂടെ സഹായകരമായ ഒരു സാങ്കേതിക സംവിധാനമായിട്ട് TRV-1 മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുകൊണ്ട് ഇനി ഭാവിയിൽ തിരുവനന്തപുരം അറിയപ്പെടുന്നത് ഇതിനും അപ്പുറത്തുള്ള ഒരു പേരിലേക്ക് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം പോകും. കാരണം നിലവിൽ ലൊക്കേഷൻ കോഡിൽ പല തുറമുഖങ്ങൾക്ക് ഇങ്ങനെയുള്ള സാങ്കേതിക പദങ്ങൾ സംജ്ഞകൾ ഉണ്ടെങ്കിലും അറിയപ്പെടുന്നത് പോപ്പുലർ നെയിമിലാണ്. അതെന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ കൊളംബോ എടുക്കുക, ഏറ്റവും അടുത്തുള്ള നമ്മുടെ ഒരു വലിയ മദർ പോർട്ട് എന്ന് പറയുന്ന കൊളംബോ എടുത്താൽ അതറിയപ്പെടുന്നത് പോർട്ട് ഓഫ് കൊളംബോ എന്നാണ്. സർവ്വ വാർത്തകളിൽ നിറയുന്ന പേര് പോർട്ട് ഓഫ് കൊളംബോ, അതുപോലെ പോർട്ട് ഓഫ് സിംഗപ്പൂർ. ഇവർക്കെല്ലാം ലൊക്കേഷൻ കോഡിൽ വ്യത്യാസങ്ങൾ, പേരുകളിൽ ഇതേപോലെ IN-TRV-01 പോലെ അങ്ങനെയുള്ള ലൊക്കേഷൻ കോഡുകളിൽ ഒരു പൊതു മാനദണ്ഡം വരുമെങ്കിലും അറിയപ്പെടുന്നത് പോപ്പുലർ നെയിമിൽ ഇങ്ങനെ തന്നെയാണ്. പോർട്ട് ഓഫ് സിംഗപ്പൂർ, പോർട്ട് ഓഫ് കൊളംബോ, പോർട്ട് ഓഫ് ഷാങ്ഹായ്, പോർട്ട് ഓഫ് റോട്ടർഡാം, പോർട്ട് ഓഫ് ഇങ്ങനെ പറയുന്നത് പോലെ നാളെ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖവും അറിയപ്പെടുക പോർട്ട് ഓഫ് ട്രിവാൻഡ്രം എന്നായിരിക്കും. അത് പോപ്പുലർ നെയിമായിട്ട് മാറും. അപ്പം അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമുക്കിതിനെ എടുക്കാവുന്നതേ ഉള്ളൂ.
അല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരു പിടിവാശി തർക്കം ചർച്ച, വിഴിഞ്ഞം എന്നിട്ടത് തെറ്റായിപ്പോയി, NYY കിട്ടിയത് തെറ്റായിപ്പോയി, അതുകൊണ്ട് ബിസിനസ് വരില്ല എന്നൊക്കെ പറയുന്നത് വെറും ബാലിശമായ കടുംപിടുത്ത വാദഗതികളാണെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ഈ പറയുന്ന INTRV ഇപ്പോഴാണ് വന്നത്, ഇന്നലെ മുതൽ. ഇത് വരുന്നതിന് മുമ്പ് തന്നെ കപ്പലുകൾ ഇഷ്ടം പോലെ വിഴിഞ്ഞത്ത് വരുന്നു, ബിസിനസ് ഇഷ്ടം പോലെ നടക്കുന്നു. ഇപ്പൊ തന്നെ 100-നടുത്ത് കപ്പലുകൾ വിഴിഞ്ഞത്ത് മദർ വെസലുകളും ഫീഡർ വെസലുകളുമായിട്ട്, മദർ വെസലുകൾ മാത്രം 100-നടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. 100ാമത്തെ മദർ വെസൽ, മദർഷിപ്പ് വരാനുള്ള ദിവസങ്ങളെ ഇനി ബാക്കിയുള്ള മദർഷിപ്പുകളുടെ എണ്ണം 100ലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിനെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യങ്ങളാണ്. ബിസിനസ്സിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവിടെ ബിസിനസ് വരും, അതിനുള്ള ക്യാൻവാസിങ് ഉണ്ടെങ്കിൽ വരും. പിന്നെ ഇത് പോർട്ട് ഓഫ് ട്രിവാൻഡ്രമായിട്ട് ഭാവിയിൽ അറിയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് ഇതിനെ ഇനിയും അറിയപ്പെടുക, ഭാവിയിൽ അറിയപ്പെടുക, അല്ല ഇനി മുതൽ അറിയപ്പെടുക പോർട്ട് ഓഫ് ട്രിവാൻഡ്രം എന്ന് തന്നെ ആയിരിക്കും. അത് ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ്.